കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ജനുവരി മാസം 11-ാം തീയതി വിശുദ്ധ സഭായോഗമായി ഞങ്ങൾക്ക് ഭവനാങ്കണത്തിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2025 സംഭവകുലമായ വർഷങ്ങളായിട്ട് തന്നെ കടന്നുപോയി. അതിനേക്കാൾ ഭീകരമായ വർഷമായിട്ടാണ് 2026 തുടക്കം തന്നെ നാം കേട്ടുകൊണ്ടിരിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ തിക്തഫലങ്ങൾ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു വലിയ മഹായുദ്ധത്തിൻ്റെ ധ്വനി കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന പദം പിന്നെയും ആവർത്തിക്കുന്നു. ഒരു അഗ്നിപർവ്വതം പുകയുന്ന പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. ഏത് സമയത്തും പൊട്ടിത്തെറിക്കാം, ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇതിൻ്റെ നടുവിൽ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നാം ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ വരവിന് വേണ്ടി. ലോകമെമ്പാടും പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ബാബു ജോൺ വെട്ടമല പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അദ്ദേഹം പറയുന്ന ചില പല്ലവികൾ ആവർത്തിക്കുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുക. പ്രാർത്ഥന, 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 ഉപവാസം, ഉപവാസം, ഉപവാസം. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്താ ലക്ഷ്യം? എന്താ? വാട്ട് ഈസ് ദ ഗോൾ? എന്താ? ലോകത്തിലെ കാര്യങ്ങൾ പ്രാപിച്ചെടുക്കാൻ. എല്ലാവരും അല്ല, ഒരു ചെറിയ ശേഷിപ്പ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ജനത്തെ ഒരുക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു വലിയ ഉണർവ് വഹിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഞങ്ങളും അങ്ങനെയാണ്, ഒരു ചെറിയ ഗ്രൂപ്പ്. ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നു. കാരണം ഞങ്ങളുടെ ലക്ഷ്യം കർത്താവിൻ്റെ വരവാണ്, ഞങ്ങളുടെ ലക്ഷ്യം ദൈവരാജ്യമാണ്, ഞങ്ങളുടെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. ഈ ഭൂമിയിലെ ജീവിതം ക്ഷണഭങ്കുരമാണ്. അപ്പോസ്തലന്മാർ പറയുന്ന പോലെ പൗലോസും പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം. എന്നെൻ്റെ ഓർമ്മ 1 പത്രോസ് 2-ന്റെ-11 വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരും ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഹിമാലയ പർവ്വതം പോലെ ഒരു സബ്ജക്റ്റാണത്. അതെടുത്ത് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ സമയം നമ്മുടെ മുൻപിലില്ല. എന്നാൽ എൻ്റെ വിഷയം വേറെ ആയതുകൊണ്ട് 11-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം മാത്രം ധ്യാനിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് ധ്യാനിക്കാൻ പോവുക. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലും നമുക്കത് കാണാൻ കഴിയും. സ്തോത്രം. നമ്മൾ പ്രവാസികളാണ്, നമ്മൾ പരദേശികളാണ്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയാ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. പഴയ നിയമത്തിലെ ഭക്തൻ കാത്തിരുന്നെന്ന്. ഇന്നത്തെ ഭക്തന്മാരുടെ കാത്തിരിപ്പ് പുറത്തു പറയാൻ ലജ്ജയാണ് നമുക്ക്. വ്യാജ സുവിശേഷത്തിലെ വ്യാജന്മാര് സുവിശേഷം വ്യാജമായി പ്രസംഗിച്ച് കോടിക്കണക്കിനുണ്ടാക്കി അവിടെ തലമുറകൾക്കും വേണ്ടി കാത്തിരിക്കുന്ന വ്യാജന്മാര്, കള്ളപ്രവാചകന്മാര്, ദുർഭ്രഷ്ടന്മാര് കുമിളുപോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. അവരുടെ ഇടയിൽ പഥ്യോപദേശം കേട്ടനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, എബ്രഹാമിൻ്റെ ചിന്ത ഒന്ന് ഒപ്പിയെടുക്ക്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ആരോടുകൂടെ? വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ
വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. ലോത്തിനെ കുറിച്ച് പറയുന്നത് ലോത്ത് വലിയ വീടൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ ദേവദാസന്മാർ പറയുന്നത്. പട്ടണവാതക്കൽ വായി നോക്കലാണ് പണി. ഇന്ന് പലരും അതൊക്കെ തന്നെയാണ്. വലിയ വലിയ കൂടാരങ്ങൾ ഉണ്ടാക്കി 11 കോടിയിൽ കൂടാരം ഉണ്ടാക്കിയ ഭക്തന്മാരും നമ്മുടെ നാട്ടിൽ കിടന്ന് വിലസുന്നുണ്ട്. 5, 6, 7, 8 ലക്ഷം, സോറി, ലക്ഷത്തിൻ്റെ കണക്ക് അങ്ങോട്ട് വിടുകയില്ല, ലക്ഷത്തിൻ്റെ കണക്ക് ഇപ്പോൾ ഇല്ല കേട്ടോ. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം കോടികളാണ് അവർക്ക് വേണ്ടത്. കർത്താവിൻ്റെ ശിഷ്യന്മാരും കർത്താവും ഒക്കെ ജീവിച്ച രീതികൾ വേദപുസ്തകത്തിലൂടെ ഇവരൊക്കെ വായിച്ച് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോയെന്നാണ് എൻ്റെ ചോദ്യം അവരോട്. ദേവശൂദൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ, ദൈവകരുണയും ധനമാഹാത്മ്യം. സാധുവായ ഒരു ഭക്തൻ എഴുതിയ പാട്ടാണ്. ഇന്നത്തെ ടപ്പാങ്കൂത്ത് പാട്ട് പാടി ഇനി ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറഞ്ഞു തുള്ളി ദൈവകൃപ നഷ്ടപ്പെടുത്തുമ്പോൾ ഭക്തന്മാരെഴുതിയ പാട്ടുകൾ ഇടയ്ക്കൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. പാട്ട് ആരാധനയല്ല, പാട്ട് നമ്മുടെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി പാടാമെന്ന് മാത്രമേ ഉള്ളൂ. ദേവസുതൻ പശുശാലയിൽ പിറന്നു വന്ന്, ഒരു തിരുത്തുണ്ട്, വഴിയമ്പലത്ത് പിറന്നു സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തിയെന്നാണ് വചനം. ചിലപ്പോൾ എഴുതുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും. ഇപ്പോൾ തിരിഞ്ഞ് തല തിരിഞ്ഞുള്ള എഴുത്തും പാട്ടും ഒക്കെയാണ്. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. സ്തോത്രം. നല്ല അർത്ഥസമ്പുഷ്ടമായ പാട്ടുകൾ പാടുന്നതിന് എനിക്കും വിരോധമില്ല. പാട്ട് ആരാധനയായിട്ട് ഞാൻ കാണുന്നില്ല. സ്തോത്രം. അപ്പോൾ നമ്മുടെ വിഷയം നാം പ്രവാസികളാണ്, പരദേശികളാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രബുദ്ധരായ ദൈവമക്കളും ചിന്തിച്ചോണം, നമ്മൾ പ്രവാസികളാണ്, നമ്മൾ പരദേശികളാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തുകളോ നമ്മൾ നേടിയ സ്വത്തുകളോ പൂർവികന്മാർ നമുക്ക് തന്ന സമ്പത്തോ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. പോകുമ്പോൾ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ പോകണമെന്ന് ജോബിൻ്റെ പുസ്തകത്തിലെ വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പാട്ടുകൊണ്ട്, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടൊന്നു പോരുവാൻ. ഒന്നുമില്ല നമ്മുടെ കൂടെ പോരാൻ. വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം മുമ്പ് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ കൂടെ വരും, തിന്മയ്ക്കായിട്ടോ നന്മയ്ക്കായിട്ടോ. അല്ലാതെ ഒന്നും നമ്മൾ പിറകെ വരത്തുമില്ല, നമ്മളോണ്ട് കൊണ്ടുപോകത്തുമില്ല. വെറും കൈയായിട്ട് വന്ന് വെറും കൈയായിട്ട് പോകും. അതുകൊണ്ട് ഒരു പരദേശിയായി, ഒരു പ്രവാസിയായി, അതിൽ പ്രധാനം പരദേശിയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്യാപ്റ്റൻ ശമുവേൽ എപ്പോഴും പറയുന്നൊരു പദമായി, എന്നെ അത് വല്ലാതെ സ്വാധീനിച്ചിരിക്കുക. നാം ഒരു പരദേശി യാത്രക്കാരാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിച്ചോണം, പരദേശിയാണ് ഞാൻ, ഈ ദേശം വിട്ട് വേറെ ദേശത്തേക്ക് പോവുക. ഒരു പ്രവാസിയാണ് ഞാൻ, അല്പകാലം ഇവിടെ താമസിച്ചിട്ട് എൻ്റെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്ക് മടങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് വിദേശീയരായിട്ടുള്ളവർ ചിന്തിച്ചോണം. അപ്പോൾ ചിലർ പറയും, ഞങ്ങൾക്ക് പൗരത്വമുണ്ട് പാസ്റ്ററെ. നിങ്ങളുടെ പൗരത്തിന് തുരങ്കം വയ്ക്കുന്ന നേതാക്കന്മാരുടെ നിങ്ങളെ ഭരിക്കുന്നതെന്നും കൂടി നിങ്ങൾ ഓർത്തുകൊള്ളണേ. പൗരത്വമൊക്കെ എപ്പോൾ വേണമെങ്കിലും ചീട്ട് കീറാം. അതുകൊണ്ട് സ്വന്തം നാടായിരിക്കും നിങ്ങൾക്ക് അഭികാമ്യം. ഇവിടെയും താമസിക്കാനായിട്ട് ഇവിടുത്തെ രാജ്യക്കാരും സമ്മതിക്കാത്ത അവസ്ഥ വന്നിരിക്കുക. ഇപ്പോൾ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രാജ്യത്തിൻ്റെ ഭരണത്തലവന്മാരെ സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വലിയ യുദ്ധത്തിൻ്റെ കെണികൾ ഒരുക്കി വച്ചിരിക്കുക. അസമാധാനം കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുക. സമാധാനത്തിൻ്റെ ഒരു കണിക ഈ ലോകത്തില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികൃത്വ ഉപദേശവും അനുസരിച്ച് ജീവിക്കുന്ന നമുക്ക് സമാധാനത്തിന് ഒരു കുഴപ്പമില്ല. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വൃദ്ധനായ മനുഷ്യൻ എപ്പോഴും പറയും, ആകാശം കീഴ്മേൽ മറിഞ്ഞാലും നമുക്കൊന്നും പേടിക്കാനില്ല. ഒരുപക്ഷെ ഒരു ഭൂമി കുലുക്കത്തിലൂടെ നമ്മൾ മരിച്ചു പോയാൽ, ഒരുപക്ഷെ ഒരു വലിയൊരു വെള്ളപ്പാച്ചിലിൽ നമ്മൾ ഒഴുകിപ്പോയാൽ, ഒരുപക്ഷെ ഒരു വലിയ ക്രൈസിസിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. അക്ഷയരായി, ക്ഷയമില്ലാത്ത ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്നവർ, ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ,
ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എന്ത് കിട്ടും? രൂപാന്തര ശരീരം കിട്ടും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇരു കൂട്ടരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായത്തിലെ ശ്രേഷ്ഠമേറിയ വചനത്തിൻ്റെ വെളിപ്പാടുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യ രാജ്യം പോലും ഹൈജാക്ക് ചെയ്യപ്പെടാം. ക്രൈസ്തവ വിരോധികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന നമ്മുടെ ഭരണകൂടങ്ങളെ ഒരുപക്ഷെ നാളെ അമേരിക്കൻ ഭരണകൂടമോ വേറെ ഏതെങ്കിലും ഭരണകൂടമോ കയറി അറ്റാക്ക് ചെയ്തുകൂടാകുകയില്ല. സ്തോത്രം. എന്തും പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അഗ്നിപർവ്വതം പുകയുമ്പോൾ ആ പുക വരുന്നതിൻ്റെ ലക്ഷണം എന്താ? പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഗർഭിണിക്ക് പ്രസവവേദന പോലെ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. പ്രസവം നടക്കും, കർത്താവ് വരും, ജനത്തെ ചേർക്കും. അതിനു മുൻപ് ഘോരമായ കഷ്ടങ്ങൾ ഒരുപക്ഷെ ഈ ഭൂമിയിൽ നടന്നെന്ന് വരാം. എന്നാൽ സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം ഈ ലോകമെമ്പാടും നടമാടും. അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. സമയം എൻ്റെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ട് 1-2 വാചകങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 9-ന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് 9-ന്റെ 6. ഹലോ, വെളിപ്പാട് 9-ന്റെ 6. സ്തോത്രം, സ്തോത്രം. 9-ന്റെ 6 വായിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. 9-ന്റെ 6 വായിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കേ. ഉറച്ചു വായിക്കേ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. കേട്ടോ, അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണകാലത്ത് മരണം അന്വേഷിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് ആഗ്രഹിക്കും, നടക്കില്ല. ഞാൻ ഈ പറയുന്ന സത്യം ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഇവിടെ അനുഗ്രഹം, നന്മ, വിടുതൽ എന്ന് പറഞ്ഞ് ശുശ്രൂഷകന്മാരിൽ നല്ലൊരു ശതമാനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിൻ്റെ വരവുകൾ ഉണർന്നിരുന്നോണം, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോണം. കർത്താവിൻ്റെ വരവിൽ പൊക്കോണം. അല്ലെങ്കിൽ മരണം അന്വേഷിക്കുന്ന, മരണത്തെ കൊതിക്കുന്ന, മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയുന്ന കാലം ആസന്നമായിരിക്കുന്നു. നമ്മളത് പറയേണ്ടി വരും, നമ്മളത് കൊതിക്കേണ്ടി വരും. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ നിങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്തോ പറ്റും? ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ കെണിയിൽപ്പെട്ടു പോകും. പക്ഷി വലയിൽ അകപ്പെട്ടതുപോലെ, കെണിയിൽപ്പെടുന്ന പോലെ. വചനം അങ്ങനെ പറയുന്നത്. മത്സ്യം വലയിൽ അകപ്പെടുന്നത് പോലെ അകപ്പെട്ടു പോകും. ഞങ്ങൾ ഈ പറയുന്ന പത്യവചനം, പത്യോപദേശം ഒട്ടനവധി പേര് ഞങ്ങളുടെ കൂടെ നിന്ന് കേട്ടു. ഇപ്പം ആരും ഒന്നുമില്ല ഈ വചനത്തിന് വേണ്ടി നിൽക്കാൻ. നല്ലൊരു ശതമാനം പിന്മാറിപ്പോയി. ഈ ഉപദേശത്തെ കുഴിച്ചു മൂടിയിട്ട് ലോകത്തിൻ്റെ സ്നേഹത്തിലേക്കും ദ്രവ്യാഗ്രഹത്തിലേക്കും മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ടും നല്ലൊരു ശതമാനം ഇറങ്ങിപ്പോയി. ഞാൻ അവരെ ഓർത്ത് കരയുന്നു, അവരെ ഓർത്ത് ദുഃഖിക്കുന്നു. മറ്റൊന്നും പറയാൻ എനിക്ക് ഇപ്പം സ്വതന്ത്രം പറ്റുന്നില്ല. വേറൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. വചനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരായി മാറി. വചനങ്ങളെ കേട്ടനുസരിക്കാൻ പറ്റാത്ത പോലെ ബന്ധനത്തിൽ അവർ കുടുങ്ങിപ്പോയി. നല്ല കരുത്തന്മാരായ വ്യക്തികൾ. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ചു പറയട്ടെ, ഈ പത്യവചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, കർത്താവായ ശ്രീക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിച്ച് നമ്മൾ ജീവിച്ചോണം. അല്ലാത്തവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചു കളയണം. അവരോട് സംസാരിക്കരുതെന്നോ ഇടപെടരുതെന്നോ ഞാൻ പറയത്തില്ല. പക്ഷേ സ്തോത്രം, അപ്പോസ്തലൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ
എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹികളോടോ, പിടിച്ചുപറിക്കാരോടോ, വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ, അത്യാഗ്രഹിയോ, വിഗ്രഹാരാധിയോ, വാവിഷ്ണക്കാരനോ, മദ്യപനോ, പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെയല്ലോ വിധിക്കുന്നത്. പുറത്തുള്ളവരെ ദൈവം വിധിക്കും. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. അപ്പം മേൽപ്പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നവർ ദുഷ്ടന്മാരാണ്, അവരെ നീക്കിക്കളയണം. അങ്ങനെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരെയും ഞാൻ അങ്ങ് മാറ്റി. ഞാൻ അവരോടൊന്നും ഒരു സംസർഗമില്ല എനിക്ക്. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോട്, ഏത് മഹാനാണെങ്കിലും ശരി, അവനോട് അകന്നു മാറാനാ വചനം പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കാത്തവരുമായിട്ട് നമുക്ക് യാതൊരു കൂട്ടായ്മയും ഇല്ല. അവരോട് പിണക്കില്ല, വഴക്കില്ല, പകയില്ല, വിദ്വേഷമില്ല. എന്നെങ്കിലും കാലത്ത് അവർ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മടങ്ങി വന്നുവെന്ന് ആത്മാവിൽ ബോധ്യമായാൽ അവരോട് കൂട്ടായ്മ ആചരിക്കാനും മടിയില്ല. അത് നമുക്ക് ആത്മാവിൽ ബോധ്യപ്പെടണം. അതാ അതിൻ്റെ കാര്യം. അതിന് നല്ലൊരു ഗ്രൂപ്പ് സാക്ഷ്യവും ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സ്തോത്രം ടൈറ്റലായിട്ടുള്ള മുഹോരവ് ഇവിടെ നിർത്തുന്നു. വചനത്തിലേക്ക് വരിക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആ ലേഖനത്തിൻ്റെ തന്നെ പ്രത്യേകത വളരെ വലുതാണ്. ഇത് ഇന്ന് വരെയും ഈ ലേഖനത്തിൻ്റെ വെളിപ്പാടുകൾ പൂർണ്ണമായിട്ട് ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. എന്നാൽ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവവൃത്യൻ ശക്തിയോട് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കൊലോസ്യ ലേഖനത്തിലൊരു വാക്യം ചേർത്തല ചെത്തിയിലൊരു പ്രായമുള്ളൊരു അപ്പച്ചൻ്റെ ഉള്ളിൽ ഈ വചനം വീണു. അദ്ദേഹം ഞങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ ആചരിച്ചു. അദ്ദേഹം ആ നിത്യതയിലേക്ക് പ്രവേശിക്കാനിടയായി. പ്രത്യാശയോടെ കടന്നുപോയി. ശക്തമായിട്ട് ആത്മാവിൽ ആരാധിക്കുമായിരുന്നു അദ്ദേഹം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ആ ദേശത്ത് നിന്ന് അദ്ദേഹം ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ് എൻ്റെ ചിന്ത. മറ്റുള്ളവർക്ക് പോകാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ പോകാം, പക്ഷേ കാണുന്നില്ല, അങ്ങനെ ഒരു അറിവ് കിട്ടുന്നില്ല. സ്തോത്രം. ഉപദേശം കേട്ടവരെല്ലാം ഉപദേശം വിട്ടുകളഞ്ഞതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവസാന ശ്വാസം വരെയും ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാലേ നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഉപദേശത്തിൽ നിലനിന്ന് ജീവിക്കാൻ ശഠിക്കുന്നതിൻ്റെ കാരണം, ഈ ഉപദേശത്തെ കുഴിച്ചു മൂടിയവരുമായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തതിൻ്റെ കാരണവും അതൊന്നു തന്നെയാണ്, മറ്റൊന്നല്ല. പക, വിദ്വേഷം, പിണക്കങ്ങളൊന്നും ഇതിൻ്റെ പിന്നിലില്ല. ഹല്ലേലൂയ. ലഭിച്ച പ്രമാണം അവസാനം വരെയും അനുസരിക്കണം. ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ലെന്നാണ് സ്തെഫാനോസ് പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്ന് ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങൾ അനുസരിച്ചിട്ടില്ല. കർത്താവും യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രമാണം ലഭിച്ചെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ല. അതുപോലെ ഇന്നും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമായ പഥ്യവചനം, പഥ്യോപദേശം, അപ്പോസ്തലോപദേശം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം ദൈവസഭ അനുസരിക്കുന്നില്ല. ഈ പ്രമാണമാണ് പുതിയ നിയമസഭ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ അനുസരിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന സഭ അനുസരിക്കേണ്ടത് ഇതാണ്. ദൈവത്തിൻ്റെ മണവാട്ടിയായ, കർത്താവിൻ്റെ മണവാട്ടിയായ, അല്ലെങ്കിൽ നിർമ്മല കന്യകയായ സ്തോത്രം സഭ അനുസരിക്കേണ്ടത് ഈ പ്രമാണമാണ്. നന്നായിട്ടിത് ഗ്രഹിച്ചോണം. വസ്തുനിഷ്ഠമായി കൃത്യമായി ഞാൻ വിളിച്ചു പറയുക. കൊലോസ്യ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. ഈ ലേഖനത്തിൻ്റെ ഓരോ വാക്യങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മൾ വായിച്ചു പഠിച്ചാൽ അതിൽ നിന്ന് നമുക്കത് മനസ്സിലാകും. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൻ്റെ ആകെത്തുകയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ എന്താണ് കൊലോസ്യ ലേഖനം തരുന്ന അതിൻ്റെ ശരിയായ ശക്തമായ പഠനം?
കൊലോസ് ലേഖനത്തിൻ്റെ ആകത്തുക എന്താണ്? ക്രിസ്തുവിൽ തികഞ്ഞവരാകുക. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുക, ഏത് മനുഷ്യനെ സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന പേരുകളാണ്. പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗോള്, ലക്ഷ്യം, ആ ലേഖനത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ. എല്ലാ ലേഖനങ്ങളും അത് തന്നെയാണ്. എസ്പെഷ്യലി കൊലോസ് ലേഖനം. എഫേസ് ലേഖനം ആത്മനിറവിൻ ജീവിതം, സ്തോത്രം. ഗലാത്യ ലേഖനം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ ഓരോ ലേഖനത്തിനും ഓരോ മുഖവരകൾ ദൈവദാസന്മാർ, വേദപണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട്. അതിൽ കാമ്പായ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ കൊടുത്തിരിക്കുന്നത്, സ്തോത്രം. അപ്പോൾ ആ കൊലോസ് ലേഖനത്തിലെ പഠനമാണ് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലിരുന്ന് ധ്യാനിക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വേദഭാഗം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഈ വേദഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് ശക്തമായി വരാനിടയായി. വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രസംഗങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. 3-ാം അധ്യായം അതിപ്രധാനമാണ്, 1-ാം അധ്യായം അതിപ്രധാനമാണ്, 4-ാം അധ്യായം അതിപ്രധാനമാണ്. ദൈവാത്മാവ് ഹേമം തരുമ്പോൾ ഓരോ അധ്യായങ്ങളെടുത്ത് ഞാൻ പറയാറുണ്ട്. വേറൊരു കാര്യം കൂടി പറഞ്ഞ് വിഷയത്തിലേക്ക് വരാം. ഇത് സാധാരണ ഒരു വാക്യം എടുത്താണ് പലരും പ്രസംഗിക്കുന്നത്. എന്നിട്ട് ഒരു വാക്യം അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് വേറൊരു വാക്യം അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ എടുത്ത് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ. അതിൽ വലിയ തെറ്റില്ല എങ്കിൽ പോലും അതിനേക്കാൾ കുറെ കൂടി ആഴമാണ് ഒരു പുസ്തകം അങ്ങനെ തന്നെ പഠിക്കുന്നത്, ഒരു ലേഖനം അങ്ങനെ തന്നെ പഠിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഈ ലേഖനം സകലരെയും സകല സഭകളിലും വായിച്ച് കേൾപ്പിക്കണമെന്ന് പൗലോസ് പറഞ്ഞത് ആരും ചെയ്യുന്നില്ല. എല്ലാവരും സങ്കീർത്തനം വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെ കൽപ്പനാ ലംഘനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 28:20 ഞാൻ കൂടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിക്ഷരാക്കി കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞതിനെ ലംഘിക്കുകയാണ് ഇന്ന് ശിഷ്യന്മാർ നല്ലൊരു പങ്കും. ലേഖന ഭാഗങ്ങൾ തന്നെ വചനത്തെ പഠിപ്പിക്കണം. ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിക്ഷരാക്കാൻ പറഞ്ഞു. ശിക്ഷരാക്കാനായിട്ട് കർത്താവ് കൽപ്പിച്ച വചനങ്ങളാണ് ലേഖനങ്ങൾ. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ അത് തന്നെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. എന്നാലേ ദൈവസഭ ഒരുങ്ങുകയുള്ളൂ. പഴയ നിയമത്തോട് നമുക്ക് ഒരു വിരോധവുമില്ല. പഴയ നിയമം ബുദ്ധിപദേശമായിട്ട് പ്രസംഗിച്ച് തന്നെയാകണം അനുസരിക്കാൻ ക്രിസ്തുവിൻ്റെ പ്രമാണമെന്ന് 2 പത്രോസ് 3-ന്റെ 1-2 വാക്യങ്ങൾ പത്രോസ് ശക്തമായിട്ട് പറയുന്നു. സംശയമുള്ളവരെടുത്ത് വായിച്ചു കൊള്ളുക. ഞാൻ ആ വചനത്തിലേക്ക് വരുന്നു. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടിയാണ് ഇത് എഴുതുന്നത്. നിങ്ങൾക്ക് ലവോദിക്കയിലുള്ളവർക്കും. അപ്പോൾ പൗലോസ് ജീവിച്ചിരുന്ന സമയത്ത് ലവോദിക്കക്കാർക്ക്, ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും എന്ന് പറയുമ്പോൾ നമ്മളും പൗലോസിനെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കും വേണ്ടി. എത്ര ക്ലിയർ കട്ടായിട്ട് എഴുതി വെച്ചേക്ക് നോക്കിയേ. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത, ബോധമില്ലാത്തൊരു ആത്മീക സമൂഹം ആയി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി കരയാന്നല്ലാതൊന്നും പറയാനില്ല. ജഡത്തിൽ എൻ്റെ മുഖം കണ്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി എഴുതുന്നു. പൗലോസിനെ ഞാൻ കണ്ടിട്ടില്ല, അവ എനിക്ക് വേണ്ടിയാ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാ. പൗലോസ് ആരാ? ഗലാത്യ ലേഖനം 1-1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ചെവിക്കൊള്ളണം, തട്ടിക്കളയരുത്. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് വലിയ പോരാട്ടം കഴിക്കുക. ഇന്നത്തെ പാസ്റ്റർമാരും വലിയ പോരാട്ടം കഴിക്കുക. വിശ്വാസികൾ വലിയ പോരാട്ടം കഴിക്കുക. എന്തിനു വേണ്ടിയാണാവോ ഈ പോരാട്ടം? എന്തിനു വേണ്ടിയാണാവോ ഈ പോരാട്ടം? 10 ചക്രം ഉണ്ടാക്കാനുള്ള പോരാട്ടമല്ലേ എല്ലാവരും കഴിക്കുന്നത്? കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ കഴിക്കുന്നത്? അതിനുവേണ്ടി കോടതി കയറാനും മടിയില്ലല്ലോ ഭക്തന്മാർക്ക്. ശരിയാണെങ്കിൽ ശരിയാന്ന് പറ, തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറ. തെറ്റാണെങ്കിൽ എന്നെ തിരുത്തിക്കോ, ഒരു കുഴപ്പമില്ല. വലിയ പോരാട്ടം കഴിക്കുക പൗലോസ്. കൊലോസ്യർ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ച് ഇപ്പോൾ ഇവിടെ വായിക്കും. അവസാനത്തെ 2 വാക്യം കൊലോസ്യർ 1-ന്റെ
അവസാനത്തെ 2 വാക്യം. അതിലും ഒരു പോരാട്ടത്തെക്കുറിച്ച് പറയും. പോരാട്ടം ഇച്ചിരി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ആ ആ കർത്താവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട്, അവിടെയും പോരാട്ടം. യേശു ക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ പോരാട്ടം, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിൽ പോരാട്ടം. ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വചനം പ്രസംഗിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പറ്റാത്ത നിലയിലുള്ള പോരാട്ടം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനതിനെ സില്ലിമേറ്ററായിട്ടാണ് കാണുന്നത്. അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലായിടത്തു നിന്നും പോരാട്ടം. കാരണം ഒരു മനുഷ്യനെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കാൻ സാത്താൻ സമ്മതിക്കില്ല. അതിന് മനുഷ്യന്മാരെ തന്നെ എടുക്കുന്നത് പിശാച്. അതിന് ഉപദേശം കിട്ടിയവര്, ആ കിട്ടിയ ഉപദേശം ചവിട്ടി കൊന്ന് കുഴിച്ചു മൂടിയവരെ തന്നെ സാത്താൻ എടുക്കും. ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിന്തിച്ചോണം. അല്ലെങ്കിൽ ഉപദേശത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ നിന്നവരാണെങ്കിൽ ചിന്തിച്ചോണം. നിങ്ങൾ പിന്മാറിപ്പോയാൽ സാത്താൻ്റെ ആയുധമാണ് നിങ്ങളെന്ന് ചിന്തിച്ചോണം. യാതൊരു സംശയമില്ല, ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. ക്രിസ്തുവിനെ വിട്ടുപോയവർ, ദൈവം വിട്ടുകളഞ്ഞവർ, അതിക്രമങ്ങളും അക്രമങ്ങളും കൊള്ളയും നടത്തിയവർ ഇപ്പോൾ ക്രിസ്തുവിനെ വിട്ടുപോയി. ഇപ്പോൾ ആരെങ്കിലും നന്നായി ദൈവവചനം സംസാരിക്കുന്നെങ്കിൽ അവരെ കൂടി തുലയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, അവരോട് പോരാടിക്കൊണ്ടിരിക്കുക. അവർ പറയുന്നത് പാസ്റ്ററിന് സ്നേഹമില്ലെന്ന്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, കിട്ടിയ പ്രമാണം കുഴിച്ചു മൂടി, എന്നിട്ട് ക്രമം കെട്ട് നടന്നു, എന്നിട്ട് അന്യതാ ഉപദേശത്തിൻ്റെ കീഴിൽ പോയി ഭൗതിക നേട്ടത്തിന് വേണ്ടി ഏത് തോന്നിയവാസവും ചെയ്യാൻ മടിയില്ലാത്തവരായി അവർ തീർന്നു. പാസ്റ്റർമാരെയും സഹോദരന്മാരെയും കൊള്ളയടിക്കാൻ തുടങ്ങി. പണത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അവർ മടിയില്ലാത്തവരായി തീർന്നു. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചു മാറ്റി. അത്രമാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല ഇവിടെ. അപ്പോൾ പോരാട്ടം നമുക്കുണ്ട് സഹോദരങ്ങളെ. ലക്ഷക്കണക്കിന് രൂപ മാസം കിട്ടത്തക്ക നിലയിലുള്ള സഭാ ശുശ്രൂഷകളൊക്കെ എൻ്റെ മുൻപിൽ സാത്താൻ വെച്ച് നീട്ടി. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. അതെല്ലാം തട്ടിക്കളഞ്ഞു. കാരണം എനിക്കറിയാം, ഒരു സംഘടനയുടെ കീഴിൽ നിൽക്കുമ്പോൾ സംഘടനയുടെ അടിമകളായി നമ്മൾ ജീവിക്കേണ്ടി വരും. കാരണം അനേകരെ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ സംഘടനക്കാർ പറയുന്നതിനപ്പുറം അവർക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. സങ്കീർത്തന വായന നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ സങ്കീർത്തനം നിർത്തി പുതിയ നിയമം പ്രസംഗിച്ചാൽ അവരുടെ ചീട്ട് കീറിയിരിക്കും. അവരെ ആ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്തിരിക്കും. അവരെ ചവിട്ടി പുറത്താക്കിയിരിക്കും. കാരണം ദർശനം നഷ്ടപ്പെട്ട, നല്ലൊരു ശതമാനം ദർശനം നഷ്ടപ്പെട്ട നേതൃത്വ നിരകളാണ് നമുക്കുള്ളത്. ബാബു ജോൺ വേട്ടമല പാസ്റ്റർ പറയുന്നത്, നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ ദർശനമുള്ള ഒരു ദൈവദാസന്മാരും ഇല്ലെന്നാണ്. അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു നേതൃത്വ നിരയും നമുക്കില്ലെന്നാണ് താനെ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100% ഞാനതിനെ പിന്താങ്ങുന്നു. ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലൂസിൻ്റെ പോരാട്ടം കൊലോസിലെ വിശ്വാസികൾ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. കൊലോസിലെ വിശ്വാസികളെ അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ അറിയണം, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളും അറിയണം, ഞങ്ങളും പോരാട്ടത്തിലാണെന്നുള്ളത്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും ദുരുപദേശകന്മാരോടും പോരാടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു വലിയ പോർക്കളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, സ്തോത്രം, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീ എന്നോടുകൂടി കഷ്ടം സഹിക്കുക. ആ വാക്യത്തിൻ്റെ പൊരുൾ എന്താണ്? വ്യാഖ്യാനിക്കാതിരിക്കേണ്ട, അത് പൊരുൾ തിരിച്ചാൽ മതി. ഒരു ഭടൻ ആരാണ്? ഒരു ഭടൻ യുദ്ധകളത്തിൽ നിൽക്കുന്നവനാ. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ആയുധമുണ്ട്.
അവൻ്റെ മുൻപിൽ എന്തുണ്ട്? ശത്രുക്കളുണ്ട്. ശത്രുക്കളുടെ മുൻപിൽ ആയുധവും വേണ്ടി നിൽക്കുന്ന ഒരു ഭടനെയാണ് പൗലോസ് എടുത്ത് കാണിച്ചതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? അത് ആത്മാവിൽ ഇങ്ങനെ ഗ്രഹിക്കാൻ പറ്റും. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്തുകൊണ്ടാണ് ഒരു ദൈവവൈതൽ ഈ ഭൂമിയിൽ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. സ്വന്തക്കാരും ബന്ധക്കാരും വീട്ടുകാരും നാട്ടുകാരും ലോകത്തുള്ള എല്ലാവരും കാണും നമ്മുടെ വിശ്വാസത്തെ എതിർക്കാൻ. അവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചോണം. സത്യമരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരിപ്പാക്കി സകല ദുഷ്ടന്റെ തീയമ്പുകളെയും കെടുപ്പാൻ തക്കോണ വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും 1 പത്രോസ് 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ച് ഇങ്ങനെ 8 ആയുധങ്ങളോളം ധരിച്ചുകൊണ്ടാണ് ഒരു ഭക്തൻ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്യേണ്ടത്. ഈ ആയുധങ്ങളില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട് പിൻവാങ്ങി വേണ്ടി വരും. നമ്മൾ മുറിവേറ്റ് പോർക്കളത്തിൽ വീഴും. അത് പൗലോസ് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് തിമോഥെയോസിനോട് പറഞ്ഞത്, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീ എന്നോടുകൂടി കഷ്ടം സഹിക്കുക. കഷ്ടത സഹിക്കാനാ പൗലോസ് പറയുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ പറയുന്നത് കഷ്ടതയെ ശപിക്കാനാ പറയുന്നത്. പേരെടുത്ത് പറയുന്നില്ല ഞാൻ. ഒത്തിരി ന്യൂ ജനറേഷൻ പാസ്റ്റർമാരുണ്ട്. അവർ ഈ രാജ്യം വിട്ടു പോകാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയ്ക്ക് തിരശ്ശീല ദൈവം ഇടണമെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും, എന്തിനാ പാസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയല്ലെങ്കിൽ ജനം നശിച്ചു പോകുമല്ല. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ജനം നശിച്ചു പോകും. നരകത്തിൽ ആൾ കൂടും. യാതനാ സ്ഥലത്തേക്ക് ഒഴുക്ക് കൂടും. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.